IPC സെക്ഷൻ 370 ക്ലോസ് എ വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യൽ. IPC സെക്ഷൻ 370 ക്ലോസ് എ പറയുന്നത് എന്താണ്? വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യൽ. വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെയോ അല്ലെങ്കിൽ മൈനറെയോ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഏതൊരാളും കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. അപ്പോൾ വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെയോ അല്ലെങ്കിൽ മൈനറെയോ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്ന ഏതൊരാളും എന്താണ്? കുറ്റകരമായ ശിക്ഷയ്ക്ക് അർഹനാണ്. വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുന്ന വ്യക്തിക്ക് 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെയാകുന്നതുമായ കഠിന തടവിനും കൂടാതെ പിഴശിക്ഷയ്ക്കും അർഹനാകും. അപ്പോൾ വ്യാപാരം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ ചൂഷണം ചെയ്താൽ എന്താണ് ശിക്ഷ? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെയാകുന്നതുമായ കഠിന തടവിനും കൂടാതെ പിഴശിക്ഷയ്ക്കും അർഹനാകും. അപ്പോൾ അടുത്ത് പറയുന്നത് വ്യാപാരം ചെയ്യപ്പെട്ട ഒരു കുട്ടിയെ ചൂഷണം ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ശിക്ഷ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയാകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴശിക്ഷയും ലഭിക്കും. അപ്പോൾ വ്യാപാരം ചെയ്യപ്പെട്ട ഒരു കുട്ടിയാണ് ചൂഷണം ചെയ്തതെങ്കിൽ എന്താണ്? 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെയാകുന്നതുമായ തടവിനും കൂടാതെ പിഴശിക്ഷയ്ക്കും അർഹനാകുന്നതാണ്. IPC സെക്ഷൻ 370 ക്ലോസ് എ വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യൽ. അപ്പോൾ IPC സെക്ഷൻ 370 ക്ലോസ് എ പറയുന്നത് എന്താണ്? വ്യാപാരം ചെയ്യപ്പെട്ട വ്യക്തിയെ ചൂഷണം ചെയ്യുന്നത്.